ഹായ്, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞിടയ്ക്ക് നമ്മളെല്ലാവരും കണ്ടതാണ് നമ്മുടെ കണ്ണൂർ തളിപ്പറമ്പ് നഗരത്തെ ഭസ്മമാക്കിയിട്ടുള്ള ആ ഒരു ഫയർ ആക്സിഡൻറ്റ്. ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് മായാതെ കിടക്കുന്ന ഒരു സംഭവമാണ് അല്ലേ. ഇപ്പോൾ ഈ ഒരു ദുരന്തം ഇപ്പോൾ സംഭവിച്ചിട്ട് ഏതാണ്ട് 3-4 ദിവസം കഴിഞ്ഞു. നഷ്ടങ്ങൾ സംഭവിച്ചവരുടെ അവസ്ഥ എന്താണെന്നൊക്കെയുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇതൊരു സ്വാഭാവിക ദുരന്തമാണോ? ഇത് സത്യത്തിലൊരു മനുഷ്യനിർമ്മിത ദുരന്തമല്ലേ? സമയബന്ധിതമായി നടപടിയെടുക്കാത്ത, നിയമങ്ങൾ നടപ്പിലാക്കാത്ത, വേണ്ടത്ര സംവിധാനങ്ങൾ ഒരുക്കാത്ത ഭരണകൂടങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും അനാവസ്ഥയുടെ ഫലമാണ് ഈ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം അല്ലേ. അതുപോലെ തന്നെ ഈ ദുരന്തം ഒഴിവാക്കാനോ അതിൻ്റെ വ്യാപ്തി കുറയ്ക്കാനോ കഴിയുമായിരുന്ന ചില സുപ്രധാന തീരുമാനങ്ങൾ എന്തുകൊണ്ട് കൃത്യസമയത്ത് ആരും എടുത്തില്ല? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആരാണ് ഇതിന് ശരിക്കും ഉത്തരവാദിത്തം പറയേണ്ടത്? ഇതിൽ ഒന്നാമതായിട്ട് ചോദിക്കാനുള്ളത് ഫയർ ഹൈഡ്രൻ്റ് എവിടെയായിരുന്നു എന്നുള്ളതാണ് അല്ലേ. നമുക്കെല്ലാവർക്കും അറിയാം, രക്ഷാപ്രവർത്തനത്തിനായിട്ട് ഫയർ ഓഫീസേഴ്സ് അവിടെ എത്തിയപ്പോൾ അവർ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ലഭ്യതയായിരുന്നു അല്ലേ. ഇത്രയും തിരക്കുള്ള നഗരത്തിൽ ശരിയായിട്ടുള്ള ഫയർ ഹൈഡ്രൻറ്റുകൾ സ്ഥാപിക്കാൻ എന്തുകൊണ്ട് നേരത്തെ അധികാരികൾക്ക് കഴിഞ്ഞില്ല? കുടിവെള്ള ടാങ്കറുകളൊക്കെ ആശ്രയിച്ചിട്ട് തീ അണയ്ക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഭരണ സംവിധാനത്തിൻ്റെ പരാജയം അല്ലെങ്കിൽ പിന്നെ മറ്റെന്താണ്? സത്യത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? അതുപോലെ ഈ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പാലിക്കാതെ മതിയായ സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ എത്ര വ്യാപാര സമുച്ചയങ്ങൾ നമ്മുടെ നഗരത്തിലുണ്ട്? ഈ അധികൃതർ പതിവായിട്ടുള്ള ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഈ സേഫ്റ്റി നിയമങ്ങൾ പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ കർശനമായ നടപടികൾ കറക്റ്റായിട്ട് എടുത്തിരുന്നെങ്കിൽ ഈ ദുരന്തമൊക്കെ നമുക്ക് ഒഴിവാക്കാമായിരുന്നില്ലേ? ഈ അപകടകരമായിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകളൊക്കെ നീക്കം ചെയ്യാൻ എന്തുകൊണ്ട് ശക്തമായിട്ടുള്ള നടപടികൾ നേരത്തെ എടുത്തില്ല? ഇനി സേഫ്റ്റി സിസ്റ്റത്തിൻ്റെ കാര്യം പറയുവാണെങ്കിൽ, ഇത്രയും വലിയ വാണിജ്യ കേന്ദ്രത്തിൽ ഒരു തീപിടുത്തം ഉണ്ടായപ്പോൾ അതിനെ നേരിടാൻ ഈ തളിപ്പറമ്പിൽ എത്ര യൂണിറ്റ് ഫയർ എഞ്ചിനുകൾ ഉണ്ടായിരുന്നു? കണ്ണൂരിൽ നിന്ന് പിന്നെ അതുപോലെ ഈ കാസർഗോഡിൽ നിന്നൊക്കെ 20-ലധികം യൂണിറ്റുകൾ ഓടിയെത്തേണ്ടി വന്നത് ഈ പ്രാദേശിക തലത്തിലുള്ള ഫയർ ഫൈറ്റിംഗ് സംവിധാനങ്ങളുടെ ദയനീയമായിട്ടുള്ള കുറവ് കൊണ്ട് തന്നെയല്ലേ. അല്ല, ഞാനിപ്പം ആലോചിക്കുന്ന വേറൊരു സംഭവമുണ്ട്. എന്താണെന്നറിയോ, ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സെല്ലുണ്ടല്ലോ, ഇതൊക്കെ പേരിന് വേണ്ടിയിട്ടാണോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത്, ഈ തീ പിടിച്ച കെട്ടിടത്തിലെ ഹോട്ടലുകളോട് ചേർന്നുണ്ടായ പാചകവാത സിലിണ്ടറുകൾ നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും ചേർന്നിട്ട് നീക്കം ചെയ്തു എന്ന് കേൾക്കുന്നുണ്ട്. സത്യത്തിൽ നിങ്ങൾ ചെയ്തത് നല്ല പരിപാടി തന്നെയാണ്. നിങ്ങൾ ആ സിലിണ്ടറും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഒഴിവാക്കിയത് വളരെ നല്ല കാര്യമാണ്. അല്ലായിരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിലും വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റേജിലോട്ടൊക്കെ ചിലപ്പം പോയേനെ അല്ലേ. ഇപ്പം തന്നെ ചില ആൾക്കാർ പറയുന്നു ഈ ഫയറെല്ലാം ഉണ്ടായത് ട്രാൻസ്ഫോർമറിൽ നിന്നാന്ന് പറയുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർ പറയുന്നു ട്രാൻസ്ഫോർമറിൽ നിന്നല്ല, അത് കടയ്ക്കകത്തിൽ നിന്നുള്ള ഷോർട്ട് സർക്യൂട്ട് കൊണ്ട് ഉണ്ടായെന്ന് പറയുന്നുണ്ട് ഇല്ലേ. ഇനിയിപ്പം വെറുതെ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. കാരണം കത്താനുള്ളത് കത്തി, പിന്നെ ലോസ് സംഭവിക്കാനുള്ള ലോസ് സംഭവിക്കുകയും ചെയ്തു അല്ലേ. അപ്പോൾ ഇനി ഇത്തരം ദുരന്തങ്ങൾ ഇനി ഒരിടത്തും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ഇന്ന് തന്നെ നടപ്പിലാക്കേണ്ടതും അതുപോലെ തന്നെ വ്യാപാരികൾ പാലിക്കേണ്ടതുമായിട്ടുള്ള ചില കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇതിൽ എനിക്ക് ഒന്നാമതായിട്ട് പറയാനുള്ളത് ഇലക്ട്രിക്കൽ സേഫ്റ്റിയെ കുറിച്ചിട്ടാണ്. അതായത് ഓരോ ഷോപ്പിലും ഗുണമേന്മയുള്ള ഇലക്ട്രിക്കൽ വയറിങ്ങുകൾ മാത്രമേ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. പിന്നെ നമുക്കറിയാം, ഈ ഡാമേജ് ആയിട്ടുള്ളതും പിന്നെ അത് കേടായിട്ടുള്ള സ്വിച്ചുകളും സ്വിച്ച് ബോർഡുകളും വയറുകളൊക്കെ ഉണ്ടല്ലോ, ഉടനടി എത്രയും വേഗം മാറ്റുക എന്നുള്ളതാണ്. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം, ഈ അമിതമായിട്ട് വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഒരു സോക്കറ്റിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത്. അതായത് ഈ നമുക്ക് എല്ലാവർക്കും അറിയാം, ഷോർട്ട് സർക്യൂട്ടാണ് പലപ്പോഴും തീപിടുത്തത്തിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരേ സമയം കൂടുതൽ വൈദ്യുതി വലിച്ചെടുക്കുന്ന ഒന്നിലധികം ഉപകരണങ്ങൾ ഒരു സോക്കറ്റിൽ നമ്മൾ പ്രവർത്തിപ്പിക്കുമ്പോൾ ഈ വയറിലൂടെ അലൗഡ് ആയാലും കൂടുതൽ കറണ്ട്, അതായത് ഓവർ കറണ്ടായിട്ട് പ്രവഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോഴുണ്ടല്ലോ, ഈ അമിതമായിട്ടുള്ള പ്രവാഹം കാരണം വയറുകൾ എന്ത് ചെയ്യും, അമിതമായിട്ട് ഓവർ ഹീറ്റാൻ തുടങ്ങും. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ഹീറ്റ് ക്രമേണ നമ്മുടെ വയറിൻ്റെയും പ്ലഗിൻ്റെയും ഒക്കെ ഇൻസുലേഷൻ ഉണ്ടല്ലോ, അതായത് ഇൻസുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടില്ല, ഈ വയറിൻ്റെയൊക്കെ പുറത്ത് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് പോലെ കൊടുത്തിരിക്കുന്നത്, അതിനെ അങ്ങോട്ട് നശിപ്പിച്ച് കളയും. അപ്പോൾ ഈ ഇൻസുലേഷൻ നശിക്കുമ്പോൾ എന്ത് ചെയ്യുന്നത്, ഈ ഹീറ്റായിട്ടുള്ള വയറുകൾ തമ്മിൽ കൂട്ടിമുട്ടിയിട്ട് ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കും. മനസ്സിലായോ? ഈ ഷോർട്ട് സർക്യൂട്ടോ ഓവർ ഹീറ്റോ ഒക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ സ്പാർക്കും അതിൻ്റെ ഒക്കെ ചൂടൊക്കെ കാരണം തൊട്ടടുത്ത് എന്തെങ്കിലും പേപ്പറോ തുണിത്തരങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിടപ്പുണ്ടെങ്കിൽ അതിലോട്ടൊക്കെ ഫയർ കയറി ക്യാച്ച് ചെയ്യും. അങ്ങനെയാണ് ഇത് ഒരു വലിയ ഫയറിലോട്ടൊക്കെ പോകുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഇനി അടുത്തായിട്ട് പറയാനുള്ളത് ഫയർ എക്സിറ്റുകളും വെന്റിലേഷനുമാണ്. അതായത് ഈ കെട്ടിടത്തിലെ ഒരു എമർജൻസി സാഹചര്യങ്ങളിൽ പുറത്ത് കടക്കാനുള്ള വാതിലുകൾ, ഫയർ എക്സിറ്റ് എന്ന് പറയും. നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് എപ്പോഴും നമ്മൾ തുറന്നിടുകയും തടസ്സമില്ലാതെ ഉപയോഗിക്കാമെന്ന് ഉറപ്പാക്കുകയും ചെയ്യുക.
പിന്നെ അതുപോലെ തന്നെ കെട്ടിടത്തിനകത്ത് തീയും പുകയും പെട്ടെന്ന് പുറത്തു പോകാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഈ നാച്ചുറൽ വെന്റിലേഷൻ സിസ്റ്റം അല്ലെങ്കിൽ മെക്കാനിക്കൽ വെന്റിലേഷൻ സിസ്റ്റം, പ്രഷറൈസേഷൻ സിസ്റ്റം എന്നൊക്കെ പറയാറില്ലേ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ നമ്മുടെ വരുന്ന ദിവസങ്ങളിൽ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം അതെന്താണെന്നുള്ള കാര്യം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലും തീ അണയ്ക്കുന്നതിനുള്ള ആഡിക്കേറ്റ് ആയിട്ടുള്ള ഫയർ എക്സ്റ്റിങ്വിഷേഴ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ ഫയർ എക്സ്റ്റിങ്വിഷേഴ്സ് ഒക്കെ സെറ്റ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ ജീവനക്കാർക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ വലിയ വലിയ സ്ഥാപനങ്ങളിൽ ഓട്ടോമാറ്റിക്കായിട്ടുള്ള ഫയർ സ്പ്രിങ്ക്ലർ സിസ്റ്റം നിർബന്ധമാക്കുക. പിന്നെ സേഫ്റ്റി ഓഡിറ്റ്, അതായത് ഓരോ 6 മാസം കൂടുമ്പോഴും ഈ അഗ്നിശമന സേനയുടെ അംഗീകാരമുള്ള ഏജൻസികളെയൊക്കെ ഉപയോഗിച്ചിട്ട് വ്യാപാര സമുച്ചയങ്ങളിൽ സേഫ്റ്റി ഓഡിറ്റ് നടത്തണം. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സേഫ്റ്റി സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരു സ്ഥാപനത്തിനും ലൈസൻസും പുതുക്കി കൊടുക്കരുത്. മനസ്സിലായോ? അതേപോലെ തന്നെ 3 മാസത്തിൽ ഒരിക്കലെങ്കിലും ജീവനക്കാർക്കായിട്ട് മോക്ക് ഡ്രില്ലുകളും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് അപകടം ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ പാനിക്കാവാതെ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ജീവനക്കാരെ പരിശീലിപ്പിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു 90% പ്രശ്നങ്ങൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാകുന്നത് തടയുവാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ദുരന്തം ഒരു ഓർമ്മപ്പെടുത്തലായിരിക്കട്ടെ. നമ്മുടെ വാണിജ്യ സ്ഥാപനങ്ങളിൽ സുരക്ഷ ഉറപ്പുവരുത്താൻ നമ്മളെല്ലാവരും പ്രതിജ്ഞ എടുക്കണം. അതുപോലെ തന്നെ സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി നടപ്പിലാക്കാൻ അധികാരികളും ശ്രദ്ധിക്കണം. അപകടം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ നമ്മൾ എടുക്കുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതവും സമ്പാദ്യവും സംരക്ഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയാമോ? നമ്മളൊരു സൈഡിൽ കൂടെ നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിക്കും, അപ്പുറത്തെ സൈഡിൽ കൂടെ ഇതുപോലെ വലിയ വലിയ ലോസുകൾ സംഭവിക്കുകയും ചെയ്യും. മനസ്സിലായല്ലേ? അപ്പോൾ ഫ്യൂച്ചറിൽ ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.